കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ മടി പിടിച്ചു, അല്ലെങ്കിൽ എന്താ പറയാ, എക്സാക്ട്ലി കുഴിമടി, വേറെ ഒന്നല്ല, വെരി സിമ്പിൾ. ഇങ്ങനെ വീഡിയോ ചെയ്ത് അത് നേരത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത് വിശാലൊക്കെ സമയത്തിന് തരില്ല, എഡിറ്റ് ചെയ്ത് ഔട്ട് തരില്ല. അപ്പം അത് കാരണം എനിക്ക് ഭയങ്കര മടി പിടിച്ചു. എനിക്ക് തോന്നുന്നു ഈ കൊല്ലം തന്നെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. അതിന് കറക്റ്റ് ഒരാളെയും കറക്റ്റ് നമുക്ക് ഹിസ്റ്ററി അറിയേണ്ട ഒരു സബ്ജക്റ്റ് കിട്ടിയ കാരണമാണ് ഇപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തത്. എല്ലാവരും എൻ്റെ അടുത്ത് പൂരം ടൈമിൽ പറയാറുള്ള, ചേട്ടാ പൂരത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരണം, വരാൻ പറ്റാത്തവർ പൂരം എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൂടെ ഒരുപാട് പേര് കാണുന്നവരുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണുന്നതിനേക്കാൾ ഭംഗിയായി ക്ലോസായി കാണുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം ഞാനെപ്പോഴും ഈ ഹിസ്റ്ററി, ഈ പൂരത്തിൻ്റെ ഒരു ചരിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളെ എനിക്കും അല്ലെങ്കിൽ അമ്മയ്ക്കും നമ്മളുടെ വലിയ പൂരപ്രേമികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് പോലും അറിയുള്ളൂ. അത് ഏതൊക്കെ ഭഗവതിമാർ ഏതൊക്കെ ടോണിൽ എപ്പൊക്കെ കയറി വരുന്നു എന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം അത് വ്യക്തമായിട്ട് കുട്ടേട്ടൻ്റെ മേളം കാണാം, അനിയൻ്റെ മേളം കാണാം, കുടമാറ്റം കാണാം, വെടിക്കെട്ട് കാണാം. പക്ഷെ ഈ കൂട്ടി എഴുന്നള്ളിപ്പുകൾ അല്ലെങ്കിൽ ഭഗവതിമാർ കയറി വരുന്നത്, അതിൽ വെയിലിന് മുമ്പ് വരുന്ന ഒരു എഴുന്നള്ളിപ്പുണ്ട്, അത് എന്തുകൊണ്ട് വെയിലിന് മുമ്പ് വരുന്നു. പിന്നെ ആറാട്ടൊന്നും എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മാക്സിമം ഒരു 10,000 പേർക്ക് അറിയാം ആറാട്ട് എന്ത്, അല്ലെങ്കിൽ 1,000 പേർക്ക് അറിയായിരിക്കും എന്താ ആറാട്ട്, എത്ര ആറാട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഭഗവതിമാർ, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഷെഡ്യൂള്, കറക്റ്റ് സ്പെക്ക്, എങ്ങനെ എപ്പോൾ വരുന്നതിനും പോകുന്നതിനും സമയമുണ്ട്, എല്ലാത്തിനും ചിട്ടവട്ടങ്ങളുണ്ട്. അത് മുഴുവൻ വ്യക്തമായിട്ട് പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, വൈ, വെൻ, ഹൗ, എന്തിന്, ശക്തൻ തമ്പുരാൻ്റെ മുതൽ എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ള കറക്റ്റ് ഒരു ബുക്ക് എഴുതിയിട്ടുള്ളതാണ്. ആക്ച്വലി ഈ ബുക്കിൻ്റെ സെക്കൻഡ് എഡിഷൻ ഈ വരുന്ന ഫ്രൈഡേ അതിൻ്റെ ഇതാണ് സെക്കൻഡ് എഡിഷനായിട്ട്. അപ്പോൾ അത്രയും അധികം ബുക്ക് കോപ്പി പോയെന്നുള്ളതാണ്. ഇത് എഴുതിയിട്ടുള്ളത് നമ്മുടെ വിനോദേട്ടനാണ്. അപ്പോൾ ഇന്ന് വിനോദേട്ടനാണ് നമ്മളൊപ്പം ഉള്ളത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള, നമ്മളാരും കേട്ടിട്ട് പോലും ഇല്ലാത്ത തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം, എങ്ങനെ, എവിടുന്ന്, എപ്പോൾ, അത് കംപ്ലീറ്റ് വിനോദേട്ടൻ നമുക്ക് പറഞ്ഞുതരും. ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. ഇഷ്ടമുള്ളവർ, പൂരത്തിനെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ, ഞാൻ വീഡിയോ ചെയ്യുന്ന എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, എനിക്കിഷ്ടമുള്ള സബ്ജക്ട്സ്, ഞാൻ എപ്പോഴും കണ്ടൻസ് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എനിക്കിഷ്ടമുള്ളത്, എനിക്ക് ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർ അറിയണമെന്ന് ആഗ്രഹമുള്ള സാധനങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് കൂടുതലും. അപ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ ഹിസ്റ്ററി, തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം, എവിടെ നിന്ന് തുടങ്ങി ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്ന് വരെ അറിയാം നമുക്ക്. നമസ്കാരം. അമ്മയ്ക്കും നമസ്കാരം. പൂരമാണെന്നത്തെ വിഷയം തൃശ്ശൂർ പൂരമാണ്. ഈ ലോകത്തിനു മുമ്പിൽ തൃശ്ശൂർ കാഴ്ചവെച്ച ഒരു മഹാത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് ഭഗവതി 14 ഗജവീരന്മാർ ആടയാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേന്തിയ കോലമേന്തിയ ആന ആ നടുവിലേക്ക് മേടച്ചൂടിനെ സാക്ഷിയാക്കി ഇങ്ങനെ കയറി വരികയാണ്. എത്ര വലിയ വെയിലായാലും ഇപ്പം അമ്മ അവിടെ ഇരുന്നിട്ട് ചൂട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ചൂടൊന്നും അവിടെ ഒരു വിഷയമല്ല. നമ്മളതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ അതിൽ നിൽക്കുന്ന തൃശ്ശൂക്കാരാണ് നമ്മൾ, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ്. മഠത്തിലെ വരവ് പഞ്ചവാദ്യായാലും എലിഞ്ഞിത്തറ മേളമായാലും കുടമാറ്റമായാലും എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളതിൽ അലിഞ്ഞു ചേരുക, ലയിച്ചു പോയി. നമ്മൾ എല്ലായ്പ്പോഴും അങ്ങനെയാണ്. എത്രയൊക്കെ വരണ്ട എന്ന് വിചാരിച്ചാലും പൂരമായ ഈ ലോകത്തിൻ്റെ എവിടെയുള്ളവരും പൂരത്തിലേക്ക് അങ്ങനെ എത്തുകയാണ്. നമുക്ക് ടി വിയിൽ കണ്ടാൽ നമുക്ക് പൂരമാവില്ല, പൂരമായ നമുക്കത് വീട്ടിലിരുന്ന് കണ്ടാൽ പോരാ. നമ്മളതിന് മുമ്പൊക്കെ പറയും ചൂടാണ്, ഈ വർഷം ഞാൻ AC ഇട്ട് വീട്ടിലിരുന്ന് പൂരം കാണുന്നു. പക്ഷെ അന്ന് രാവിലെ ഏറ്റവും ആദ്യം നിൽക്കുക ഈ പറയുന്ന നമ്മളായിരിക്കും. അതാണ് പൂരം. തൃശ്ശൂർക്കാർ ആ കാണിച്ചു കൊടുത്ത ആ സംസ്കാരം ലോകത്തിലുള്ള എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും
തൃശ്ശൂരിലേക്ക് ഏതൊരാൾ വരികയാണെങ്കിലും അവരൊരു സമ്മാനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആനയും ആ തലയ്ക്കൊക്കെ നെറ്റിപ്പെട്ട ആ സാധനമാണ് കൊടുക്കുക. അത് ആ പൂരത്തിനോടുള്ള ആഭിമുഖ്യമാണ്. ഇതുപോലെ രൂപകൽപ്പന ചെയ്ത, ഇത്രയും കൃത്യമായി രൂപകൽപ്പന ചെയ്ത ശക്തൻ തമ്പുരാൻ എന്ന കൊച്ചിയിലെ രാജാവ് എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട്. കൊച്ചിയിൽ വേറെ ഉണ്ടെങ്കിലും ആള് തൃശ്ശൂരാക്കി മാറ്റിയത് കൊച്ചി. ലോകത്ത് വേറെ സിറ്റി കൊച്ചി തമ്പുരാനായിരുന്ന ശക്തൻ തമ്പുരാൻ എന്ന് വിളിക്കുന്ന രാമവർമ്മ തമ്പുരാൻ, അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പത്നി സ്ഥാനം അലങ്കരിച്ചിരുന്ന തൃശ്ശൂർ തന്നെ വടക്കേ കുറുപ്പത്ത് എന്ന് പറയുന്ന അവിടുത്തെ ഒരു നിത്യാരമ്മ എന്നാണ് അവരെ പറയുക, പാർവതിക്കുട്ടിനെ. അവരൊക്കെ തൃശ്ശൂരിന് വേണ്ടി സ്വപ്നം കണ്ടത്, അതിൻ്റെ ഒരു അംശം പോലും സ്വപ്നം കാണാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഇന്ന് ഈ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന നമുക്ക് പലപ്പോഴും അന്ന് അവർ ഈ സൗകര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ ഇതല്ലേ. പൂരത്തെ പറ്റി പറയുമ്പോൾ പൂരം എന്ന് പറഞ്ഞാൽ ശരത്ത് കുറച്ച് മുമ്പ് പറഞ്ഞു, പൂരത്തിൻ്റെ ആറാട്ടുകളെ പറ്റിയാണെന്നില്ല, അല്ലെങ്കിൽ പൂരത്തിൻ്റെ ചടങ്ങുകൾ എന്താണെന്നറിയില്ല. നമ്മളെല്ലാവരും ആഘോഷത്തിൻ്റെ പിന്നാലെ അത് പോരാ. ആഘോഷം നിലനിൽക്കണമെങ്കിൽ എപ്പോഴും ചടങ്ങുണ്ടെങ്കിലേ ആഘോഷം നിലനിൽക്കുള്ളൂ. ഗുരുവായൂർ അമ്പലത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ നിന്ന് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നു. എന്തുകൊണ്ടാണ്? അവിടുത്തെ ചടങ്ങുകൾ അണുവിട വ്യത്യാസമില്ലാതെ അവിടുത്തെ തന്ത്രിയും മേശാന്തിമാരും അവിടുത്തെ എല്ലാവരും, അതിനെ ഇപ്പോൾ ജാതി മത വർഗ വർണ്ണ ഭേദമൊന്നുമില്ല, എല്ലാവരും അവരവർക്ക് ചെയ്യേണ്ടതായ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാൻ ഏറ്റക്കുറച്ചിലില്ല. അതിൽ ശരത്തിനൊരു വീഡിയോ എടുക്കാനോ പറ്റുക, അത് ശരത്തിൻ്റെ ഡ്യൂട്ടിയാണ്. എനിക്കിപ്പോൾ ചിലപ്പോൾ ഇത് പറയലായിരിക്കും എൻ്റെ ഡ്യൂട്ടി, വേറെ ഒരാൾക്ക് വെള്ളം കൊടുക്കലായിരിക്കും, ക്യാമറ പിടിക്കുന്നവന് ക്യാമറ പിടിക്കലായിരിക്കും, അവരവരുടെ പണിയുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും അതിൽ തന്ത്രി, പൂജ ചെയ്യുന്ന തന്ത്രിയാണ് ഏറ്റവും നിയമം. ഒരിക്കലുമല്ല. തന്ത്രി ചെയ്യുന്നത് പോലെ തന്നെയാണ് അവിടെ പൂവ് കൊണ്ടു കൊടുക്കുന്ന ആളായാലും അവിടെ നെല്ല് കുത്തുന്ന അമ്മയായാലും അല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് ഈ പൂരം വലുതാവുന്നത്. പൂരമല്ല എന്ത് പരിപാടിയും ഭംഗിയാവുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. തൃശ്ശൂർ പൂരത്തിന് 200-ൽ പരം വർഷങ്ങളുടെ പഴക്കമാണ്. ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടം മുതലുള്ള പഴക്കമേ ഈ തൃശ്ശൂർ പൂരം എന്ന സംസ്കാരം ലോകത്തിന് മുമ്പിൽ എത്തിച്ചത് തൃശ്ശൂരാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാതൃസ്ഥാനത്തുള്ള പൂരത്തെ പറ്റിയും നമ്മൾ പറയേണ്ടതുണ്ട്. 64 ഗ്രാമങ്ങളാണ് കേരളം. 64 നമ്പൂതിരി ഗ്രാമങ്ങൾ ചേർന്നതാണ് കേരളം. അതിലെ 32 ഗ്രാമം ഇപ്പോൾ കേരളത്തിലുണ്ട്. ബാക്കി 32ഉം തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ടാണ് കിടക്കുന്നത്. ഈ 64 ഗ്രാമങ്ങളുടെയും മധ്യത്തിൽ കിടക്കുന്ന, നടുവിൽ കിടക്കുന്ന ഗ്രാമമാണ് പെരുവനം ഗ്രാമം. കഥ പറയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങണം. പെരുവനം ഗ്രാമം എന്ന് പറഞ്ഞാൽ കിഴക്ക് കുതിരാൻമല ശാസ്താക്ഷേത്രവും അകമല ശാസ്താക്ഷേത്രവും അല്ലെങ്കിൽ ഇപ്പോൾ ഊഴത്ത് ശാസ്താക്ഷേത്രവും അങ്ങനെ അല്ലെങ്കിൽ ചന്ദ്രാപ്പി, അവിടെയുള്ള ഈ 4 അതിരുകളിലും 4 ശാസ്താക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട വളരെയധികം കാർഷിക സമ്പത്തും വനസമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന, എല്ലാം കൊണ്ടും വളരെ സമ്പുഷ്ടമായ ഒരു ഗ്രാമമായിരുന്നു പെരുവനം ഗ്രാമം. 1000 വർഷങ്ങൾക്ക് മുൻപ് അടക്കം പഴക്കമുള്ള ഗ്രാമം. ഈ ഗ്രാമത്തിലെ പ്രധാനമായ ക്ഷേത്രമാണ് പെരുവനം മഹാദേവ ക്ഷേത്രം. ആ പെരുവനം മഹാദേവ ക്ഷേത്രമാണ് പെരുവനം മഹാദേവ ക്ഷേത്രത്തിലെ കുംഭമാസത്തിലെ ഉത്രം മുതൽ മീനമാസത്തിലെ ഉത്രം വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസത്തെ വലിയ ഉത്സവം നടന്നിരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. ഈ ഉത്സവം എന്തൊക്കെയോ അക്കാലത്തെ ആളുകളുടെ, ഭരണാധികാരികളുടെയോ സംഘാടകരുടെയോ ഒക്കെ എന്തൊക്കെയോ യുദ്ധങ്ങൾ കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ നിന്നുപോയി. രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലവിൽ വന്നു.
അയാത് ശിവലോകം എന്ന കരിദിന സംഖ്യാ കണക്കനുസരിച്ച് 1442 വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ന് കാണുന്ന പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചിട്ടപ്പെടുത്തിയത്. 1442 വർഷങ്ങൾക്ക് മുമ്പ് പെരുവനം ഉത്സവം നിന്ന് പോയതിന് ശേഷം ഇന്നത്തെ രീതിയിലുള്ള പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ അന്നത്തെ മഹാമനീഷികളായിട്ടുള്ള ഭരണാധികാരികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ചിട്ടപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ പെരുവനം പൂര ദിവസമാണ് പഴയ കാലത്ത് പെരുവനത്ത് ഉത്സവത്തിൻ്റെ വലിയ വിളക്ക് നടന്നിരുന്നത്. പള്ളിവേട്ട നടന്നിരുന്നത് പിടിക്കപ്പറമ്പ് മഹാദേവ ക്ഷേത്ര സന്നിധത്തിലായിരുന്നു. അതാണ് ഇന്നത്തെ ആനയോട്ടം. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ആനയോട്ടം. വേറെ ഒരിക്കലും ദേവീദേവന്മാർ ആനപ്പുറത്തിരുന്നിട്ട് ആനയോട്ടം ഇല്ല. ആനയോട്ടം എന്ന് പറഞ്ഞപ്പോൾ ഗുരുവായൂർ ആനയോട്ടം എങ്ങനെയാണ്? ആനകൾ ഓടി വരുന്നു, അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും മറ്റു പല രീതിയിലാണ്. ഇവിടെ ദേവീദേവന്മാരെ എഴുന്നള്ളിച്ച ആനകളാണ് ഉള്ളത്. അതിനത്രയും പ്രാധാന്യമാണ്. പെരുവനത്തപ്പൻ്റെ മഹാദേവൻ്റെ ഇരട്ടയപ്പൻ്റെ ആറാട്ട് നടന്നിരുന്നത് പുണ്യനദിയായ ആറാട്ടുപുഴയിലെ മന്ദാരക്കടവിലാണ്. ആ ആറാട്ട് നടന്നിരുന്ന ദിവസമാണ് ഇന്നത്തെ ആറാട്ടുപുഴ. അപ്പോൾ 28 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവള്ളക്കാവിലും ചേർപ്പിലും തിരുവള്ളക്കാവിലും പെരുവനം പൂരത്തിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് കൊടിമരം നാട്ടും. കുംഭമാസത്തിലെ പൂരനാളിലും ഉത്രം അന്ന് മുതലാണ് പൂരച്ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പഴയകാലത്ത് 108 ദേവീദേവന്മാർ വരെ പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ പെരുവനത്തപ്പൻ ഇല്ല എന്നുള്ളതും വളരെ പ്രത്യേകതയാണ്. പെരുവനത്തപ്പൻ അതിൻ്റെ ഒരു സ്ഥാനീയനായിട്ട് അവിടെ ഇരിക്കും. ബാക്കി എല്ലാവരും വരും, പൂരം നടത്തും, പോകും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ 108 ദേവീദേവന്മാർ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിസരത്തുള്ള ഒരു പരിധി വരെ പല ക്ഷേത്രങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നു. പെരുവനം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന പല ദേവീദേവന്മാരും പങ്കെടുത്തിരുന്നു. കുട്ടനല്ലൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവീദേവന്മാർ പങ്കെടുത്തിരുന്നു എന്ന് വേണ്ട. കാലടിക്കടുത്ത് ഇന്നത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള 7 ക്ഷേത്രങ്ങളിൽ നിന്ന് പൂരം മുമ്പിൽ വേങ്ങൂര്, പിന്നെ മാണിക്യമംഗലം, ചെങ്ങലടാട്ട വണങ്ങോട്, നായത്തോട്, എഴുപ്രം, പൂരങ്ങളിൽ പൂരം, ഇരിങ്ങൂർ പൂരം എന്ന് പറഞ്ഞിട്ട് 7 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകളും പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലേക്ക് വന്നിരുന്നു. 108 ദേവീദേവന്മാർ വരണ്ടേ. പല പല കാരണങ്ങളെ കൊണ്ട് പല പൂരങ്ങളും ആറാട്ടുപുഴയിലേക്ക് 1442 കൊല്ലം ചിന്തിക്കണം കേട്ടോ, 100 കൊല്ലമല്ല, 1000 കൊല്ലം മുമ്പാണ്. ശരിക്കും പറയുന്നതിൽ നമ്മുടെ വടക്കുന്നാഥൻ വരെ അടച്ചു വരുമല്ലോ. ശരിക്കും അതിൽ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് കാശി വിശ്വനാഥ ക്ഷേത്രം വരെ അടയ്ക്കും നേരത്തെ. ബദ്രി ഓൾറെഡി ഏതായാലും അടച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദേവീദേവന്മാരും അതിലേക്ക് വരാൻ ഞാൻ. അപ്പോൾ ഇത്രയും 108 ദേവീദേവന്മാർ എഴുന്നള്ളി വരുന്ന പെരുവനം ആറാട്ടുപുഴ പൂരം. ഈ ആറാട്ടുപുഴ പൂരപ്പാടത്ത് ഈശ്വരന്മാരെ നേരിട്ട് കാണാൻ കെൽപ്പുണ്ടായിരുന്ന സ്വാമിയാരാണ് വില്വമംഗലം സ്വാമിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കൊല്ലം ആറാട്ടുപുഴ പൂരത്തിൻ്റെ അന്ന് വന്ന് ആറാട്ടുപുഴയിൽ വന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് ദർശിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കാശി വിശ്വനാഥനടക്കമുള്ള വടക്കനാഥനടക്കമുള്ള എല്ലാ ദേവീദേവന്മാരും ആറാട്ടുപുഴയുണ്ട്. സാക്ഷാൽ തൃപ്രയാർ ശ്രീരാമചന്ദ്രസ്വാമി അടക്കമുള്ള പാലാഴിയിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണു ശ്രീ ഭൂമിദേവി സമേതനായിട്ട് ശ്രീദേവിയോടും ഭൂമിദേവിയോടും ചേർപ്പിൽ ഭഗവതിയോടും ഉരകത്തമ്മ തിരുവടിയോടും കൂടി പാലാഴിയിലുള്ള അനന്തശയനമായിട്ട് പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് വില്വമംഗലം സ്വാമിയാർക്ക് അവിടെ ദർശിക്കാൻ കഴിയുന്നത്. അദ്ദേഹം ആറാട്ടുപുഴയിൽ നിന്നൊരു പിടി മണ്ണ് വാരി തലയിലിട്ടത്രേ ഹരേ എന്ന് പറഞ്ഞ് അവിടെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൽ ഭൂലോക വൈകുണ്ഠം ഭൂമിയിലുള്ള ഏറ്റവും വലിയ വൈകുണ്ഠമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. ആ സ്ഥലം ഇപ്പോഴും ആറാട്ടുപുഴ അമ്പലത്തിന് മുമ്പിൽ ഒരു തറയിട്ടുണ്ട്. വില്ലൂന്നിത്തറ എന്നാ പറയാം. വില്വമംഗലം സ്വാമിയാർ വന്നിരുന്ന ആ ഒരു സ്ഥലം. ഇപ്പൊ പൂരത്തിനൊക്കെ ആൾക്കാരെ പൈസ കൊടുക്കുന്നുണ്ട്. അതാണ്.
അപ്പോൾ ഇങ്ങനെ 108 ദേവീദേവന്മാർ അവിടെ വരുന്നു, ആറാട്ട് നടത്തുന്നു, പോകുന്നു. ശാസ്താക്കന്മാർക്ക് ആറാട്ടില്ല, ഭഗവതിമാർക്ക് ആറാട്ട്, ദേവർക്കാരാട്ട്, അങ്ങനെ പല ചടങ്ങുകളും തമാശ രൂപേണ ഞങ്ങൾ പറയും. അതായത് വടക്കുന്നാഥൻ വരും, പറമേക്കാവുന്ന വരും, ഭഗവതി വരും, അല്ലെങ്കിൽ എല്ലാവരും വരും. പക്ഷെ സാറ് മാത്രം വരില്ല. ഞങ്ങളൊരു തമാശ പറയാൻ. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും, എടാ കാശി വരെ അടയ്ക്കും, അല്ലെങ്കിൽ ബദ്രിനാഥ്, കേദാർ ഒക്കെ അടയ്ക്കും, അത്രയും വലിയ ചരിത്രമുള്ളതാണ്, ഭയങ്കര പൂരാണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വരണം പോകണം എന്നൊക്കെ പറയും. പക്ഷെ ഒരാൾ മാത്രം വരില്ല എന്ന് പറയും. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കും, ആരാണ് അത്, ഒരു ആളാരാ വരാത്തതെന്ന് ചോദിക്കും. ഞാൻ പറയും, സാറ് വരില്ല. അപ്പം ആരാ? ഗുരുവായൂരപ്പം വരില്ല എന്ന് പറയില്ല. ഗുരുവായൂരിന് അവിടുന്ന് വരവില്ല അല്ലേ? ഇല്ല. വിഷ്ണു ഇത് ശാസ്ത്ര അതിനെ പറയുമ്പോൾ അതൊരു പരിധി വരെ അവരുടെ ഒരു സങ്കല്പമാണ്. പിന്നെ ഈ പൂരം പ്രധാനമായിട്ട് ശാസ്താക്കന്മാർക്കും ഭഗവതിമാർക്കാണ്. ബാക്കിയുള്ളവർക്കൊന്നുമല്ല പൂരം. ശാസ്താവിനും ഭഗവതിക്കുമാണല്ലോ. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ആദിമ ദൈവമാണ്. നമ്പൂതിരി ആധിപത്യത്തിന് മുമ്പും ദ്രാവിഡ സംസ്കാര കാലഘട്ടം മുതൽ തന്നെ ഉള്ള ഈശ്വരനാണ് ശാസ്താവായാലും ഭഗവതിയായാലും. അതുകൊണ്ട് അവർക്കാണ് ആ പൂരത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ദേവീദേവന്മാർ വന്ന് പൂരം നടത്തി പലർക്കും പല കാലഘട്ടത്തിൽ പല കാരണങ്ങളെ കൊണ്ട് വരാൻ പറ്റാതെ. ടിപ്പു സുൽത്താൻ്റെ യുദ്ധകാലത്ത് ചാലക്കുടിക്കടുത്ത് നെടുങ്കോട്ട യുദ്ധം എന്ന് പറഞ്ഞിട്ട് നടന്നത്. അന്ന് അവിടെ കിടങ്ങ് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ കിടങ്ങ് കുഴിച്ചതിന് ശേഷം ഈ ആലുവ ഭാഗത്തു നിന്നുള്ള ഈ പൂരം മുമ്പിൽ വേങ്ങൂരിൽ ഇങ്ങനെ ഡാറ്റായപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റാതെ അവരെന്ത് ചെയ്തു? അവർ നായത്തോട് ശിവനാരായണ ക്ഷേത്രം, നമ്മുടെ അവിടെ വടക്കുന്നാഥനും പെരുവനൊക്കെ ഉള്ള പോലെ നായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിൽ അവർ പൂരം നടത്തി തുടങ്ങി. അതായത് ഇതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ അവിടെ കൊടികേറും. പൂരം മുമ്പിൽ വേങ്ങൂര്, ആദ്യത്തെ ദിവസം വേങ്ങൂരാണ് പൂരം, പിന്നെ മാണിക്യമംഗലം, രണ്ടാമത്തെ ദിവസം മാണിക്യമംഗലത്താണ് പൂരം മുമ്പിൽ വേങ്ങൂര്, പിന്നെ മാണിക്യമംഗലം, ചെങ്ങല്, പിന്നത്തെ ദിവസം ചെങ്ങലാണ്, എടാട്ടാണ്, പിന്നെ അവണങ്ങോടാണ്. അങ്ങനെ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് നടത്തി. നായത്തോട് ആറാട്ടുപുഴ പൂരത്തിൻ്റെ തലേന്ന് പൂരസംഗമം അല്ലെങ്കിൽ കൂട്ടുപൂരം എന്നുള്ള രീതിയിൽ അവർ പൂരം നടത്തിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1936 ക്ഷേത്രപ്രവേശനങ്ങൾ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ ഭാഗത്തുള്ള ദേവീദേവന്മാരാണ് ഇതിൽ കൂടുതൽ. ചെങ്ങൽ ഭഗവതി കൊച്ചി രാജ്യത്തുള്ള. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നിലവിൽ വരികയും കൊച്ചിയിൽ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചി രാജാവിൻ്റെ ആളുകൾ പറഞ്ഞു, നിങ്ങളവിടെ ക്ഷേത്രപ്രവേശനം ഞാൻ കഴിഞ്ഞേ, ഞങ്ങളുടെ ഭഗവതി നിങ്ങളവിടേക്ക് പറഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി ആ കൂട്ടുപൂരങ്ങൾ എന്നുള്ള സംവിധാനം നിന്നുപോയി. പക്ഷേ അതാത് അമ്പലങ്ങളിൽ ഇന്നും അവർ ആ പൂരം നടത്തുന്നു, അതിൻ്റെ ചടങ്ങുകൾ നടത്തുന്നു, കാര്യങ്ങൾ നടത്തുന്നു. ആ പൂരങ്ങൾ ആ 7 ക്ഷേത്രങ്ങളെപ്പറ്റി 8 ക്ഷേത്രങ്ങളെപ്പറ്റി ഈ പുസ്തകത്തിലുണ്ട്. കുട്ടനല്ലൂർ പൂരം അമ്മയുടെ വീടാണെന്നുള്ളത്. കുട്ടനല്ലൂർ പൂരത്തിന് വലിയ പ്രാധാന്യം പറയാനുള്ള പൂരമാണ്. കുംഭമാസത്തിലെ പൂരമാണ് ഈ പൂരം. തൃശ്ശൂർ പൂരം മേടമാസത്തിലും പെരുവനമാറാട്ടുപുഴ പൂരങ്ങൾ മീനമാസത്തിലും ഈ മാണിക്യമംഗലം പൂരങ്ങളും മീനമാസത്തിലാണ്. കുട്ടനല്ലൂർ പൂരം കുംഭമാസത്തിലാണ് ആദ്യത്തെ പൂരം. കൊട്ടിത്തുടങ്ങുന്നു കുട്ടനല്ലൂർ എന്നാണ് പറയാം. പൂരം തുടങ്ങുന്നത് കുട്ടനല്ലൂർ, കുട്ടേട്ടൻ വഴി. അല്ല, അതിപ്പോഴല്ല, അതിപ്പോഴാണ്. അതിപ്പോൾ കുട്ടനല്ലൂരിൻ്റെ വാദ്യ സംസ്കാരത്തെ പറ്റി പറഞ്ഞ് കുട്ടനല്ലൂരിൻ്റെ തന്നെയായിട്ടുള്ള വാദ്യ സംസ്കാരം അത് വേറെ വലിയൊരു സംസ്കാരമാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള വിഷയമുണ്ട്. അപ്പോൾ ഈ കുട്ടനല്ലൂർ പൂരത്തിൽ നിന്ന് പഴയ കാലത്ത് ആറാട്ടുപുഴയിൽ പോയിരുന്നതാണ്. കുട്ടനല്ലൂർ ഭാഗത്തുള്ള ആളുകൾ പൊതുവെ കോഴിക്കോട് സാമൂതിരിയുമായി കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ആളുകളായിരുന്നു. കൊച്ചി രാജാവിൻ്റെ മന്ത്രിയായിരുന്ന എന്താ പറയുക, മാളിയേക്കൽ കർത്താവ് എന്ന് പറയുന്ന ആൾ കുട്ടനല്ലൂർ ഭഗവതിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം കുട്ടനല്ലൂരിൽ നിന്ന് ആറാട്ടുപുഴയിലേക്ക് പോകാതെയായി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുംഭമാസത്തിലെ കുട്ടനല്ലൂർ പൂര ദിവസം വീമ്പിൽ ശാസ്താവ്, ചേമ്പൂര് ശാസ്താവ്, പനങ്ങാട്ടുകര ശാസ്താവ്, വളർക്കാവ് ഭഗവതി, കുട്ടനല്ലൂർ ഭഗവതി എന്നിങ്ങനെ 5 ദേവീദേവന്മാർ ചേർന്നാണ് കുട്ടനല്ലൂരിൽ പൂരം ആഘോഷിച്ചു വരുന്നത്. കുംഭമാസത്തിലെ ഉത്രമധിക ദിവസമുള്ള ദിവസം ഉത്രം പാട്ടും അതിന് തലേ ദിവസം പൂരവുമായി 7 ദിവസത്തെ ചടങ്ങുകളും
ആറാട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഇറക്കി പൂജയും മറ്റു ചടങ്ങുകളൊക്കെ ആയിട്ട് കുട്ടനാട്ടിൽ പൂരം ആഘോഷിച്ചു വരുന്നത്. 1982 ശേഷം ഭഗവതി പുറത്തേക്ക് ആറാട്ടിന് പോകുന്നുണ്ടെങ്കിലും കുട്ടനല്ലൂർ ക്ഷേത്രക്കുളത്തിൽ തന്നെയാണ് ആറാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചടങ്ങുകളും അതിഗംഭീരമായിട്ട് 10 നാഴിക സമ്പ്രദായത്തിലുള്ള പഞ്ചാരിമാർ ഇന്നും പൂര ദിവസം രാത്രിയിലെ എഴുന്നള്ളിപ്പ് പന്തത്തിൻ്റെ മാത്രം വെളിച്ചത്തിലാണ്, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് പന്തത്തിൻ്റെ മാത്രം വെളിച്ചത്തിൽ 10 നാഴിക പഞ്ചാരിമാണ് നടക്കുന്ന, പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി നടക്കുന്ന പഞ്ചാരിയാണ്. കുംഭമാസത്തിലെ പൂർണ്ണചന്ദ്രനാണ് ഏറ്റവും വലുത്. ആ പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കിയാണ് ആ പൂരം നടക്കുന്നത്. അപ്പോൾ കുട്ടനല്ലൂർ പൂരം അത് അങ്ങനെ വേറെ വിഭാഗമായി. അപ്പുറത്ത് മാണിക്യമംഗലം പൂരങ്ങൾ വേറെ വിഭാഗമായി. പല ക്ഷേത്രങ്ങളിൽ നിന്നും ആറാട്ടുപുഴയിലേക്ക് വരാതെയായി. ഇന്ന് 24 ക്ഷേത്രങ്ങളാണ് തിരുവനമാറാട്ടുപുഴ പൂരങ്ങളിൽ പങ്കെടുത്തു വരുന്നത്. ചാലക്കുടിയിൽ നിന്നുമുള്ള പിഷാരിക്കൽ ഭഗവതിയും തൃപ്രയാറിൽ നിന്നും തൃപ്രയാർ തേവരും അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരും നെട്ടിശ്ശേരി ശാസ്താവും ചിമ്മിനി ഡാമിനടുത്ത് നിന്നുള്ള കല്ലേരി ശാസ്താവും അടക്കം 6 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഞാനത് പറയുന്നത് ഇപ്പോഴത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നതിനില്ല. 6 നിയോജക മണ്ഡലം, അത്രയും വലിയ സർക്കിളിൽ നിന്ന് ഇപ്പോഴും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് പറഞ്ഞു ഇങ്ങനെയാണ്, ഇതിലാണ് ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പഴയ കാലത്ത് ഒരിക്കൽ ആറാട്ടുപുഴ പൂര ദിവസം മഴ പെയ്തു എന്നും ആ മഴ പെയ്തപ്പോൾ നേരം വൈകിയതിനാൽ ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് നിന്നുള്ള ദേവീദേവന്മാർക്ക് ആറാട്ടുപുഴയിലെത്താൻ കഴിഞ്ഞില്ല എന്നും അത് കഴിഞ്ഞ് പിറ്റേ വർഷം അവർ ചെന്നപ്പോൾ കഴിഞ്ഞ വർഷം എത്താത്തതിനെ ചൊല്ലി അവരെ വേദിയിൽ വെച്ച് അപമാനിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. ആ വർഷം തന്നെ ശക്തൻ തമ്പുരാൻ്റെയൊക്കെ നേതൃത്വത്തിൽ തൃശ്ശൂർ പൂരം നടത്താൻ തീരുമാനിക്കുകയും വടക്കുന്നാഥനെ സാക്ഷിയാക്കി പാറമേക്കാവ്, തിരുവമ്പാടി, നെയ്തലക്കാവ് ഭഗവതിമാരെ കൂടി ഉൾപ്പെടുത്തി. അവരൊന്നും ആറാട്ടുപുഴയിൽ പോയിരുന്നവരല്ല എന്നാണ് പറയുന്നത്. കാരണം അവരൊക്കെ ഭദ്രകാളി പ്രതിഷ്ഠയാണ് അവിടെയൊക്കെ, മറ്റൊരുത്തൊക്കെ ദുർഗയാണ്. അപ്പോൾ അങ്ങനെ കണിമംഗലം ശാസ്താവ്, പനമുക്കുംപള്ളി ശാസ്താവ്, പാറമേക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, കാരമുക്ക് ഭഗവതി, എന്താ പറയുക, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി എന്ന് തുടങ്ങി 10 ദേവീദേവന്മാർ തൃശ്ശൂരിൽ പൂരം നടത്താൻ തീരുമാനിക്കും. അപ്പോൾ മേടമാസത്തിലെ ഉത്രം അധിക രാവുള്ള ദിവസം, ഉത്രം രാത്രിയുള്ള ദിവസം ഉത്രം വിളക്കും, അതിന് തലേന്ന് പൂരവുമായാണ് തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 10 ദേവീദേവന്മാർ, 2 ശാസ്താക്കന്മാർ, 8 ഭഗവതിമാർ, ഇങ്ങനെയാണ് തീരുമാനിച്ചത്. അപ്പോൾ പൂരത്തിന് ശക്തൻ തമ്പുരാൻ തന്നെ വലിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാറമേക്കാവും തിരുവമ്പാടിയും മാത്രം 15 ആനകൾ, അവർക്ക് സർവ അധികാരവും കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ചടങ്ങുകളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ആണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പൂരം എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക സംസ്കൃതിയുടെ ഒരു ഉത്സവമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വിളവെടുപ്പ് ഉത്സവങ്ങളാണ്. ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിരിപ്പ് കൊയ്ത് ആ നെല്ല് അതിൻ്റെ ഒരു ഉത്സവമാണ്. മുണ്ടകൻ കൊയ്ത്തിന് ശേഷം നടക്കുന്ന ഉത്സവങ്ങളാണ് ദേവീദേവന്മാരുടെയൊക്കെ പൂരങ്ങളായാലും വേലകളായാലും മറ്റു പരിപാടികളായാലും ഒക്കെ നടക്കുന്നത്. പുഞ്ചയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ പൂരങ്ങൾക്കുള്ള വലിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് നിരവധി ഇറക്കി പൂജകളുണ്ട്. കാണേണ്ട കാഴ്ചയാണ് ഇറക്കി പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം പുറപ്പാട് കഴിഞ്ഞ് പൂരം കൊടിയേറ്റം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് പാറമേക്കാവും തിരുമ്പ എല്ലാ ദേവീദേവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയുണ്ട്. ആ യാത്രയിൽ മനകളിലെ നമ്പൂതിരി ഗൃഹങ്ങളിലും മഠങ്ങളിലും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെയുള്ള ഈ ഇറക്കി പൂജകളിലൊക്കെ ഭക്ഷണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല മാമ്പഴ കൂട്ടാൻ കിട്ടണമെങ്കിൽ ഇപ്പോഴും ഇറക്കി പൂജയ്ക്ക് പോകാം. അത് നല്ല ചന്ദ്രക്കാരൻ മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള മാമ്പഴ കൂട്ടാണ്.
ചക്കരിശ്ശേരിയും ചക്കപ്പുഴുക്കും അല്ലെങ്കിൽ ഇടിയഞ്ചക്ക തോരനും ഭഗവതിമാർക്ക് നിവേദിച്ച അടയും അപ്പവും ഇരട്ടി മധുരമുള്ള പായസങ്ങളും ഇതൊക്കെ കഴിക്കുമ്പോൾ ഈ ചൂടുകാല വിഭവങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ല സംഭാരം, ആ നാരകത്തിൻ്റെ ഇലയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ടുള്ള ആ സംഭാരം കുടിക്കുമ്പോൾ തന്നെ നല്ല ചൂട്ടത്തിൽ നിന്ന് നമ്മളൊരു എന്താ പറയുക ഷാർജ ഷെയ്ക്ക് കുടിച്ച ആ സുഖം കിട്ടില്ല. ആ സംഭാരം ആ ചൂട്ടത്ത് കുടിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു സന്തോഷം ഉണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കി പൂജയ്ക്ക് ശേഷം വിഭവസമൃദ്ധമായ സദ്യ നിലത്തിരുന്ന് മൂന്ന് കഴിക്കുക. എത്ര കേമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഭഗവതിക്ക് അപ്പോൾ ഇത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയാണ്. ഇതൊരിക്കലും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗങ്ങൾക്ക് എന്നൊന്നുമില്ല, ചെല്ലുന്നവർക്കൊക്കെ ഭക്ഷണം. അത് കഴിഞ്ഞാൽ പറ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കാർഷിക വിളവെടുപ്പിന് നമുക്ക് കിട്ടിയ ആ മിച്ചത്തിൽ നിന്ന് നമ്മുടെ ദേവന് അല്ലെങ്കിൽ നമ്മുടെ ദേവിക്ക് കൊടുക്കുന്ന ഒരു വിഹിതമാണ് ഈ പറയായിട്ട് പറയുന്നത്. ഭഗവതി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളും കൂടി വളരെ സന്തുഷ്ടരാവുക. പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന ചാലുകുത്തൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ്. ചാലുകുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക സംസ്കൃതിയുടെ ഏറ്റവും പ്രധാന ഭാഗം. അതായത് അടുത്ത വിളവെടുപ്പിന് വേണ്ടിയിട്ട് അവിടെ കൃഷി ഇറക്കുന്നതിന് വേണ്ടി ആനയുടെ കൊമ്പുകൊണ്ട് ചാലുകുത്തി ആ മണ്ണിളക്കുമ്പോൾ അവിടെ കൃഷി ചെയ്താൽ ഇരട്ടി വിളവുണ്ടാകുമെന്നൊരു വിശ്വാസം. ആറാട്ട് ക്ഷേത്രക്കുളങ്ങളിലും അല്ലെങ്കിൽ പുഴകളിലും തോടുകളിലും സ്ഥലങ്ങളിലൊക്കെ ആറാടുമ്പോൾ ആ വെള്ളവും ആ പരിസരവും മൊത്തം ദേവീ ചൈതന്യം അല്ലെങ്കിൽ ദേവചൈതന്യം ഉണ്ടാകുമെന്നും അതിലൂടെ കൂടുതൽ വിളവെടുപ്പും മറ്റു കാര്യങ്ങളും സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാകുമെന്ന് എല്ലാവരും വിചാരിക്കുകയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ 10 ദേവീദേവന്മാരിലെ ചെമ്പൂക്കാവ് ഭഗവതിയും അയ്യന്തോൾ ഭഗവതിയും പൂരം കഴിഞ്ഞ് 2 ദിവസം, പൂരം പുറപ്പാട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ രാവിലെ ചെമ്പൂക്കാവ് ഭഗവതി അയ്യന്തോളിലേക്കും അയ്യന്തോൾ ഭഗവതി തിരിച്ച് ചെമ്പൂക്കാവിലേക്കുമാണ് യാത്രയുണ്ട്. ലാലൂർ ഭഗവതിയും കാരമുക്കു ഭഗവതിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇറക്കി പൂജകളും യാത്രകളുണ്ട്. ചൂരക്കോട്ടുകാവ് ഭഗവതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവിധ ക്ഷേത്രങ്ങളിലേക്കുള്ള എഴുന്നള്ളിപ്പുകളുണ്ട്. കണിമംഗലം ശാസ്താവിനും പനമുക്കുംപള്ളി ശാസ്താവിനും ഒക്കെ അവരുടേതായ പ്രത്യേകതകളുണ്ട്. ഇതിലക്കാവ് ഭഗവതിയെ പറ്റി പറയുമ്പോൾ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. കൊച്ചിരാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകളിലൊന്നാണ് നേതലക്കാവ്. അതിനെപ്പറ്റി ഒരു കഥ, ഒരു ചെറിയ ഒരു ഇത് ഞാൻ പറയാം. തൃശ്ശൂർ പൂരത്തിൽ നേതലക്കാവ് ഭഗവതി വരാനുണ്ടായ കാര്യം കൂടി അതാണ്. പഴയ കാലത്ത് നേതലക്കാവ് തട്ടകത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കൊച്ചി മഹാരാജാക്കന്മാരിൽ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. അപ്പോൾ ഈ കൊച്ചി മഹാരാജാവിൻ്റെ ആസ്ഥാനമായ തൃപ്പൂണിത്തറയിൽ മണ്ഡലമാസത്തിൽ എല്ലാ ദിവസവും ഓരോരോ ഭഗവതിമാർക്ക് കളമെഴുത്തും പാട്ടുണ്ട്. ആദ്യത്തെ ദിവസം പഴയന്നൂർ ഭഗവതിക്കാണെങ്കിൽ പിറ്റേ ദിവസം എന്നെ ഭഗവതിക്ക്, അപ്പം അങ്ങനെ ഓരോ ഭഗവതിമാർക്ക്. അപ്പോൾ ആ കൊല്ലം കളമെഴുത്ത് പാട്ട് തുടങ്ങിയിട്ട് ഒറ്റ ദിവസം പോലും ഭഗവതിമാർ കളം കൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചപ്പാട് തുള്ളി കളമാക്കിയെന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. അപ്പോൾ പാട്ടും പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഭഗവതി കളത്തിലെത്തി എന്നുള്ള സങ്കല്പം വരുന്നില്ല. അപ്പോൾ ഈ കുറ്റൂര് നേതലക്കാവിലെ ആ നേതലക്കാവ് തട്ടകത്തിൽപ്പെട്ട ആ സ്ത്രീ അവർ പറഞ്ഞത്രേ, എൻ്റെ ഭഗവതിക്കാണ് കളം നടത്തിയത് എങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ കളം കൊണ്ടുവരുന്നത്. അത് പറഞ്ഞത് കൊച്ചി രാജാവിന് ക്ഷീണമായി. അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നീ കഴിയുന്ന തീരുമാനിക്കാൻ നിൻ്റെത് ഭഗവതി അതെന്നുള്ള ഒരു തോന്നലൊന്നുമാണ്. അപ്പോൾ അന്ന് അതൊന്ന് കണ്ടിട്ട് ഇനി ബാക്കി കാര്യമുള്ളതൊന്നുമില്ല. ഈ സ്ത്രീയെ കൽത്തുറുങ്കിലടക്കുകയും അതിന് ചുറ്റും ആനച്ചങ്ങല പഴുപ്പിച്ചിട്ട് നിന്നെ എന്നാൽ നിൻ്റെ ഭഗവതി വന്നിട്ട് രക്ഷിച്ചോട്ടെ എന്ന് രാജാവ്. അത് പറഞ്ഞ് അപ്പോൾ ഈ സ്ത്രീ ഉള്ളുരുകി അവരുടെ അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ കോളിൽ കൈറ്റൊട്ട തേവുക എന്ന് പറഞ്ഞിട്ട് പഴയ കാലത്തൊരു ഇതുണ്ടാവും. ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അറിയില്ല കൈറ്റൊട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് തേവുന്ന. അപ്പോൾ അത് തേവിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്ര ഈ നേതലക്കാവ് ഭഗവതിയുടെ കോവൽ. അങ്ങേർക്കൊരു ഉൾവിളി ഉണ്ടാവുകയും അദ്ദേഹം അമ്പലത്തിൽ വന്ന് വാളും ചിലമ്പും പട്ടുടയാടയൊക്കെ എടുത്ത് ആ കൈറ്റൊട്ട തട്ടി പൊട്ടിച്ചൊരു ചങ്ങാടത്തിൻ്റെ രൂപത്തിലാക്കി അതിൽ തുഴഞ്ഞ് ഈ പഴയ കായൽ പ്രദേശത്ത് കൂടി തൃപ്പൂണിത്തറയിലെത്തുകയും ആനച്ചങ്ങല കഴുത്തിലേക്ക് എടുത്തണിഞ്ഞ്
അവരെ കൽത്തുറങ്ക് തുറന്ന് അവരെ രക്ഷിച്ച് കളം കൊണ്ടു എന്നുമാണ് പറയുന്നത്. അപ്പോൾ രാജാവിന് ഭയങ്കര ഭക്തിയായിരുന്നു. തിരിച്ച് ഇവിടെ വന്ന് ആനച്ചങ്ങല കഴുത്തിൽ പഴിപ്പിച്ചിട്ട് ആൾ പിന്നെ മരിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ. കോമരം ഇവിടെ മരിച്ചു. ആ കോമരത്തിൻ്റെ സമാധി ഇപ്പോഴും നെതിലക്കാവ് അമ്പലത്തിൻ്റെ പുറത്താണ്. അന്നു മുതൽ കൊച്ചി മഹാരാജാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവതന്മാരിൽ ഒരാളാണ് നെതിലക്കാവ്. തൃശ്ശൂർ പൂരത്തിന് നമ്മളെ ഇന്നത്തെ ഖാദി ഇരിക്കുന്ന സ്ഥലത്ത് കൊച്ചി രാജാക്കന്മാരുടെ സ്ഥലമുണ്ട്, MG റോഡിൻ്റെ പക്കത്ത്. ആ സ്ഥലത്ത് ഇരുന്നാണ് രാജാക്കന്മാർ ഈ ഘടകപൂരങ്ങളൊക്കെ കാണാറത്രേ. നെതിലക്കാവ് ഭഗവതി വരുമ്പോൾ മാത്രമാണ് അത്ര രാജാവ് എഴുന്നേറ്റ് നിന്നത്. അതുവരെയുള്ളവരൊക്കെ വരുമ്പോഴെങ്കിൽ ഇരുന്ന് കാണാനെന്ന് പറയുന്നത്. അത്രയും ഭക്തിയാണ്. അതുകൊണ്ടുകൂടിയാണ് നെതിലക്കാവ് ഭഗവതി തൃശ്ശൂർ പൂരത്തിൽ രാജാവ് ഉൾപ്പെടുത്തിയതെന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം നടക്കുന്ന പൂരവിളംബരവും തെക്കേ ഗോപുരം നടന്ന തുറക്കൽ ചടങ്ങിനും നെതിലക്കാവ് ഭഗവതിയെ ഉൾപ്പെടുത്തിയത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്.